ബാലു എന്ന ആത്മാർത്ഥ സുഹൃത്ത്, ശ്രീകുടൻ എന്ന സുഹൃത്ത്, അപ്പൊ 2 സുഹൃത്തുക്കളാണ് ഇങ്ങനെ നിൽക്കുന്നത് കേസിൽ പെട്ടിട്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയാം, അതിപ്പോ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിച്ച് ഇതാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അത്രയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. താങ്കളോട് ചോദിക്കാനുള്ളതാണ്. നമ്മൾ അത്തരം വിഷയം പോലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും നമ്മൾ അതൊക്കെ ചോദിച്ചതിന് അതാണ് ഞാൻ ചേട്ടനോട് പെർമിഷൻ എടുത്തിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അതേ നമ്മൾ ആൾക്കാരോട് ആരോടും വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. പുള്ളിക്കാരൻ ആ ഒരു നേരിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം അത് പറയാൻ പറ്റത്തില്ല, അതാ വിഷയം. കാര്യമാണ്. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. കാരണം അത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. വഴിയുടെ താമസിക്കുന്നത് പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവർ ഈ ക്ഷമയോടുകൂടി ഞാൻ പറയുന്നത്. കാരണം ഇത് ഇങ്ങനെ പറയുന്ന സംഭവമല്ല. കാരണം പറഞ്ഞാൽ ഗുണത്തിലേറെ എനിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. എന്തായാലും നമുക്ക് കേസ് വിജയിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷ മാത്രമേ. ഇതിനകത്ത് ഇപ്പം ഇദ്ദേഹം പല ആൾക്കാരും ഞാൻ ഈ ഒരു വീഡിയോയുടെ കുറച്ചധികം പോർഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത സമയത്ത് ഹലോ ഗൈസ് വെൽക്കം വണക്കം. അപ്പോൾ നമ്മുടെ മുടിയൻ തിരിച്ച് ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുമോ? ശിവാനി മോൾ മടങ്ങി വരാത്തതിൻ്റെ കാരണമെന്ത്? അതോടൊപ്പം തന്നെ ഈ കാണുന്നതിനകത്ത് എത്ര പേരാണ് ഈ ഉപ്പുമുളകിൻ്റെ ഫാൻസ് ഉള്ളത്? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. വേറെ ഒന്നും കൊണ്ടല്ല, ഉപ്പുമുളകിന് വളരെ ഹ്യൂജ് ഫാൻ ബേസാണ് ഉള്ളത്. കുറഞ്ഞിട്ടുണ്ടോ, കൂടുതലാണോ, അതിന് ഹേറ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടോ പലരും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കണം പ്ലീസ്. അപ്പോൾ നമുക്ക് ഈ ഉപ്പുമുളകിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ റൈറ്ററും കൂടെ ആയിട്ടുള്ള നമ്മുടെ ഫാസി അണ്ണൻ വന്ന് പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. പുള്ളിക്കാരൻ വിവാദങ്ങളുടെ അകത്തേക്ക് എങ്ങനെ ഇടപെടുന്നു എന്നുള്ള കാര്യം ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. അതോടൊപ്പം തന്നെ പുള്ളി അത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം എന്താണ് പുള്ളി പറയുന്നത് എന്നുള്ള കാര്യം. പുള്ളി പറയുന്ന കേൾക്കാം, അങ്ങനെ തന്നെ കേൾക്കാം. യേശു ഇപ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. ശിവാനി മോളെ കിട്ടുന്നില്ല, അവളെ എക്സാമാണ്. തിരിച്ചു വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇപ്പം എല്ലാ പ്രേക്ഷകരും വിട്ടിട്ട് ഞാനും ഇതിനെ മാറി കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കുന്നു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അതായത് സത്യം. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സറിഞ്ഞ് ചെയ്യുന്നത്. എല്ലാവർക്കും വെള്ളം കൊടുത്തിട്ട് അവർ എല്ലാവർക്കും വെള്ളം എടുത്ത് കൊടുത്തിട്ട് ചെയ്യും. എല്ലാവർക്കും അതൊരു സത്യസന്ധമായി പറയണം. അതൊരു അമ്മ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പറയണം തോന്നിയിട്ടുണ്ട്. ഇത് എസ്പെഷ്യലി അതൊരു വെറുതെ ഒരു ഭംഗിയാക്കുന്നുണ്ട് ഈ ചാനൽ. പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മളൊരു ഭയങ്കര വിഷയം എടുക്കാതെ ചില അഭിപ്രായ ഭിന്നതകളും ചില ലോകത്ത് എന്താണ് സംഭവിച്ചത് അതിനൊക്കെ അടുത്ത സുഹൃത്ത്. പിന്നെ വിഷയം എന്താണെന്ന് ഞാൻ അങ്ങനെ ഇത് നമ്മൾ അവരെ മനസ്സിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചോദിക്കേണ്ടത് വിചാരിച്ചിട്ട്. ബാലു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഇനി അത് മാനസികമായിട്ട് വേദന നിൽക്കുന്ന സമയത്ത് എന്താ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അത് നമുക്കും ആ ഒരു മുഖവിലേക്ക് തന്നെ എടുക്കാം. കാരണം ഒരാളുടെ വേദനയിൽ നിൽക്കുന്ന സമയത്ത് കുത്തി ചോദിക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നാലും ഇവരൊക്കെ എത്ര വർഷം കൊണ്ട്, ഏതായാലും 7 വർഷത്തിൽ കൂടുതലായെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ കാലം കൊണ്ട് ഈ കേൾക്കുന്നതാണ് ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഷോ. അതുണ്ടാക്കിയിട്ടുള്ളൊരു ഓളം ഒന്നും ശരിക്കും പറഞ്ഞാൽ മറ്റ് ഒരു സീരിയലുകൾക്ക് പോലും അത്രയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഇത്രയും ഒരു ആഴത്തിലൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഷോയ്ക്ക് ഇതുപോലെ മറ്റൊരു ഷോയ്ക്ക് ഇതിനെ പിൻപറ്റിക്കൊണ്ട് പലതും വന്നു. പക്ഷേ അത്രത്തോളം എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉണ്ടോ അങ്ങനെ? എൻ്റെ അറിവില്ലാത്തതാണെങ്കിൽ നിങ്ങളിത് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാക്കായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ കാര്യം എൻ്റെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത്. ആൾക്കാരോട് ആരോടും വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. നമുക്കതൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ തെറ്റി അങ്ങനെയൊക്കെ വേണ്ട. കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളത് മറ്റൊരു സത്യം. നമ്മളവർക്ക് അറിയാം. ഇപ്പോൾ റൂമിൽ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ എഴുത്തോടെ എഴുത്ത് കാര്യം ഇതിങ്ങനെ പോട്ടെ. 1.5 എപ്പിസോഡ് എന്തുകൊണ്ടാണ് ഈ പ്രണയം കൂടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. പുള്ളിയുടെ എഴുത്താണ് ഈ പറയുന്ന ഉപ്പുമുളകും എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ ജീവൻ. കാരണം ഓരോ വ്യക്തികളുടെ സംഭാഷണം ഇദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നാണ് പിറക്കുന്നത്. അപ്പോൾ ആ ഒരു തൂലിക, ആ സംഭാഷണം, അതിനകത്ത് ഏറ്റവും കൂടുതലുള്ള നർമ്മം, ഏറ്റവും പ്രായോഗികമാക്കാൻ പാടുള്ളൊരു കാര്യമാണ് നർമ്മം. വേദനയെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് പറയാനും എഴുതാനും ഒക്കെ പറ്റും, അതിനെ അഭിനയിച്ച് ഫലിപ്പിക്കാനും പറ്റും. പക്ഷേ ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം, കണ്ടുകൊണ്ടിരിക്കുന്നതിനെ ചിരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ അത് വളരെ റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഒരു ചെറിയ രീതിയിലെങ്കിലും കയ്യിൽ നിന്ന് പോകാൻ പറ്റുന്ന സാധനം. അപ്പോൾ അതിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ സത്യം പറഞ്ഞ ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്, ഒരു കയ്യടി കൊടുക്കണം ഇദ്ദേഹത്തിന്. അയ്യോ ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാര്യം മുമ്പ് ഞാനിവിടെ വഴക്കാം 2-3 വർഷത്തിന് മുമ്പേ എന്നും ഇവൾ പഠിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ചെന്ന് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വഴക്കൊക്കെ. പക്ഷേ അതിപ്പോൾ അവിടെ വളർച്ച ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ ഇവിടെ ഇങ്ങനെ വളർന്നേ ഓരോ വിഷയങ്ങൾ അവർ പറയുകയും ഇപ്പോഴാണെങ്കിൽ പിന്നെ ഭയങ്കര അടുപ്പമാണ് ഇപ്പോഴും കാര്യങ്ങൾ സംസാരവും. അപ്പോൾ നമ്മൾ കാണുകയാണല്ലോ പിന്നെ കേശു വളർന്നത്, ശിവാനി വളർന്നത്. അത് രണ്ടും നമ്മുടെ ഭയങ്കര പിള്ളേരാണ്. കേശു ശിവാനി എല്ലാവരുമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് കുറച്ച് കുഞ്ഞല്ലേ അവർ. ഞാനന്ന് വരുമ്പം നമ്മുടെ തുടങ്ങുമ്പോൾ സത്യമാണ് ഈ പറഞ്ഞ കണക്കിന് ഈ പിള്ളേരൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഇതിനകത്തോട്ട് വന്നിട്ട് കേശു, ശിവാനി മോൾ അല്ലേ, അത് കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ജൂഹി അടക്കം അല്ലേ ഒരു ചെറിയൊരു കുട്ടിയായിട്ടൊക്കെ തന്നെയാണ് വന്നത്. എന്ന് വെച്ചാൽ അത്രയും പ്രായം കുറവൊന്നല്ല, തീരെ കുറവൊന്നല്ല. എന്നാലും ആ ഒരു പ്രായത്തിൽ നിന്ന് അടുത്ത് ഓരോരോ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ വെബ് സീരീസുകളുണ്ട്. അതായത് നിങ്ങൾക്കറിയായിരിക്കും പല വെബ് സീരീസുകളും. ആ വെബ് സീരീസുകളുടെ അകത്തൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിനകത്ത് വന്നിട്ട് ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ കൂടെ ചേർന്ന് എത്ര വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ എപ്പിസോഡുകൾ വരെ, അഥവാ ഫൈനൽ
എന്താ പറയുക ആ ഒരു ഇതിലേക്ക് വരുന്നത് വരെ അവർ അതിനകത്തുണ്ടാവും. അതുപോലെ ഈ ഒരു സംഭവം സീസൺ ബൈ സീസൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കേശു ശിവാനിയാണല്ലോ ഏറ്റവും കുഞ്ഞ്. അപ്പം അവരിങ്ങനെ വളർന്ന് വലിയ വലിയ കാര്യങ്ങളായി. ഇപ്പൊ തന്നെ വെറുതെ ആണെങ്കിൽ കേശുവിന്റെ പ്രണയം, കേശുവിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ കണ്ണമ്മാമ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും വലുതായില്ലേ ശിവാനി മോളെ നോക്കുമ്പോഴേക്കും അവള് വലിയ വലിയ കാര്യങ്ങളാണ്. കാര്യം രണ്ടുപേരും പഠിത്ത കാര്യത്തിലും രണ്ടുപേരും ഇതിലും ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ പലപ്പോഴും പറയണം തോന്നിയിട്ടുണ്ട്, ഇത് എസ്പെഷ്യലി അതൊരു വെറുതെ ഒരു ഭംഗിയാക്കുന്നില്ല. ഈ ചാനൽ അവർ ഈ നമ്മുടെ അഫ്സൽ ഇതിൽ സബ്ബായിട്ട് എഴുതിയിട്ടുള്ള അഫ്സൽ, പിന്നെ ഇപ്പം നിൽക്കുന്ന നമ്മുടെ സുഖില്, പക്ഷെ ഇത്രയധികം ഇവിടെ വരുമ്പോൾ ഒരു കംഫർട്ട് സോണിൽ ഇവിടെ ഒരു അമ്മയുണ്ടെന്ന് തോന്നുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റം. കനകവും അതുപോലെ തന്നെയാണ് സ്ത്രീ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ഒന്ന് ചെയ്യുന്നത്. പിന്നെ കേശു ഇപ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ശിവാനി മോളെ കിട്ടുന്നില്ല, അവിടെ എക്സാം ആണ്. അവിടെ എക്സാം ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അവളും കൂടെ വന്നാൽ ഭയങ്കര സന്തോഷകരമാണ്. ആ ഒരു ശിവാനിയുടെ പരീക്ഷയും കാര്യങ്ങളുമായിട്ടാണ് ശിവാനിയെ ഇപ്പോൾ കിട്ടാത്തതെന്നാണ് പുള്ളി പറയുന്നത്. ചിലതൊക്കെ അത് മറ്റൊരു തരത്തിൽ അഥവാ അവരൊക്കെ വിട്ടു, കാരണം ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണമൊക്കെ വിട്ടുപോയി എന്നുള്ള രീതിയിലേക്കുള്ള ചില ന്യൂസുകളൊക്കെ ഓൺലൈൻ മീഡിയാസിൻ്റെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, അദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ശിവാനി എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മാറി നിൽക്കുന്നത്, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് വിട്ടുപോയ ഒരാളുണ്ട്, മലപ്പുറമാണോ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, മുടിയന് വേണ്ടിയിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പേഴ്സണലി ഭയങ്കര ബന്ധമാണ്. അതിനുശേഷം വിളിക്കാറുണ്ട്. നേരത്തെ ഉള്ളപ്പോഴും അറിയാം. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വന്ന കൂട്ടിയാണ് അല്ല, ആ സമയത്തും അതെ, ഇപ്പോഴും അപൂർവമായിട്ടൊക്കെ വിളിക്കാറുണ്ട്. അപ്പം നല്ല സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഉള്ളപ്പോൾ കണ്ണമ്മാമ എന്ന് വിളിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒരു കാര്യം ഏഷ്യാനെറ്റുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ടെന്നുള്ളതാണ് ഞാനും പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതും ഇപ്പൊ എനിക്ക് തോന്നുന്നു 1 year കഴിഞ്ഞു ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഇതിന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മുടിയനെ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ അങ്ങനെ സംഭവിക്കട്ടെ. എനിക്ക് തോന്നുന്നു അവന് പറയാനോ അല്ലെങ്കിൽ ചാനലിനോ ഒക്കെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തിരിച്ചു വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എല്ലാ പ്രേക്ഷകരും വിട്ടിട്ട് ഞാനും ഇതിനെ മാറി കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കില്ലേ വന്നിരുന്നെങ്കിൽ എന്നാണ് സത്യം. പക്ഷേ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുവരെ പറഞ്ഞു വിട്ടുപോയത് വ്യക്തികളെ വിട്ടുപോകുന്ന അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ചാനൽ പലപ്പോൾ പോലും നമ്മൾ സ്വാഭാവികമാണ്. ഓക്കെ, അദ്ദേഹം മുടിയൻ്റെ കാര്യത്തിൻ്റെ അകത്ത് മുടിയനെ തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അത് ചാനലിനകത്തുള്ളൊരു കാര്യവും മുടിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ച് അവർ സമവായത്തിലൊക്കെ എത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ആക്ച്വലി പുള്ളി നമ്മുടെ ഇപ്പോൾ മുടിയൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ അന്ന് വന്ന കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ അതിനകത്ത് നടന്ന വലിയ വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ആണെന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ഇതൊന്ന് ചാനലിൽ കൂടെ പറയാൻ പറ്റുന്നതല്ല, നമുക്ക് ഗ്രൗണ്ടിൽ നിന്നും കുറേയധികം കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേയധികം കാര്യങ്ങൾ എൻ്റെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ വ്യക്തിപരമായിട്ട് നേരിട്ടറിഞ്ഞ കാര്യം. അപ്പോൾ അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് നമുക്ക് അറിയാത്തടത്തോളം കാലം നമ്മൾ കേട്ട കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ എടുത്തു വെച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാവും. ഞാനിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അഥവാ മുടിയൻ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിട്ടിട്ട് പോകാനുള്ള ഇതിനൊക്കെ റീസൺ ഉണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. മുടിയൻ പറഞ്ഞിട്ടല്ല, ഞാൻ അല്ലാതെ അറിയുന്ന ഔട്ട് സൈഡിൽ നിന്ന് ഞാൻ അറിയുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ഇപ്പം ഞാൻ ഇതൊക്കെ മാറ്റി സംസാരിക്കാൻ ചില മാധ്യമങ്ങളും ചില ഇവരൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഡ്രഗ്സിനെതിരെയൊക്കെ ഭയങ്കര വലിയ വിപ്ലവം നടത്തി ഭയങ്കര ശക്തിയുക്തം എന്താ പറയുക പെട്ടെന്ന് ഒരു പ്രചണ്ഡമായൊരു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. എന്നാൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പല്ലേ എന്നൊക്കെ തോന്നിപ്പോവും. ഓക്കെ, ഇവരെ വെച്ചിട്ടല്ല, ഇതുമായിട്ട് കണക്ട് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യൻ നമ്മളെ സമൂഹത്തിൻ്റെ അകത്ത് ഈ മാധ്യമങ്ങളെന്ന് പറയുന്ന ആൾക്കാരും മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ആൾക്കാരും നമുക്ക് ഒരുപാട് റെസ്പെക്റ്റാണ്. എന്നാൽ അവരിലുള്ള ചില ആൾക്കാരെങ്കിലും ഇരട്ടത്താപ്പ് കാണിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്നവർ അത് ചിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്നോട് പറഞ്ഞവർ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയാത്തടത്തോളം കാലം നമുക്ക് അതിനെ മെൻഷൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. എങ്കിലും ഈ ഉപ്പുമുളകിൻ്റെ അകത്ത് നിന്നും പല ആൾക്കാരും വിട്ടുപോകാനൊക്കെ ഉള്ള വ്യക്തമായ റീസൺ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ആ വ്യക്തമായ കാരണങ്ങൾ അതിന് പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുമില്ല എന്നുള്ളതാണ് വേറെ സത്യം. പിന്നെ ബാലു എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് ഉണ്ടായതും അതോടൊപ്പം തന്നെ മറ്റ് ഒരു ലേഡിയുമായിട്ടുണ്ടായ സംഭവം, ബാക്കി ശ്രീകുമാർ പുള്ളിക്കാരനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ അകത്താണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് ഇവരെല്ലാം ഇൻ്റർവ്യൂ കൊടുക്കുന്നു, സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു.
ആ ഒരു സംഭവത്തിന് മറ്റൊരു വശമുണ്ടെന്നുള്ളതും റീസെൻ്റ്ലി നേരിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. അതായത് അതാ പറഞ്ഞേ, നമ്മൾ അപ്പം പോലും ഞാൻ പറയുന്നവർ അതിനകത്ത് തെറ്റുകൾ ചെയ്തിട്ടുള്ളത് ശിക്ഷിക്കപ്പെടട്ടെ, ആരാണെങ്കിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടികൾ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ഇതിനകത്തൊക്കെ നമ്മൾ ഈ നേരിട്ടുള്ള ചർച്ചകളിൽ കാണുന്നതിനപ്പുറമാണ് ഈ ഒരു സംഭവത്തിൻ്റെയൊക്കെ വ്യാപ്തി എന്നുള്ള കാര്യം നേരിട്ടറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതൊക്കെ പതിയെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിയമ നടപടികൾ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അധികം ആർക്കൊന്നും മിണ്ടാനും പറ്റത്തില്ല. അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. ചിലർ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെന്നും പറയാം, ചിലരാണെങ്കിൽ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്നും പറയാം. പക്ഷേ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നി, എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകണം, അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാളെക്കുറിച്ചൊരു പേര് പറഞ്ഞ് ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കാനുള്ള തെളിവ് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ആർക്കെതിരെയും ഒരു പ്രചരണം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് സംസാരിക്കാം. അങ്ങനെ അതുകൊണ്ട് തീർത്ത് ഞാൻ അത് പിന്നെ ഒരു താരത്തിൽ ചോദിച്ചു പിന്നെ വഷളാക്കാൻ പോകുന്ന ഒരു സ്വഭാവം. പിന്നീട് ഈ ബാലചേട്ടനോടോ നീൽ ചേച്ചിയോടോ ശ്രീകുട്ടൻ ഏട്ടനോടോ ഒന്നും ചോദിച്ചിട്ടില്ല? ഇല്ല, ബാലുവൊക്കെ അടുത്ത സുഹൃത്താണ്, ബാലുവൊക്കെ അടുത്ത സുഹൃത്ത്. പിന്നെ വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ അങ്ങനെ ഇത് നമ്മൾ അവരെ മാനസികമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് വിചാരിച്ചിട്ട് പിന്നെ അത് മറ്റ് കേസിൽ മത്സരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ചർച്ച ചെയ്ത് വെറുതെ ആൾക്കാർ ഇത് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. വേറെ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. കണ്ണൻ ചേട്ടന്റെ ഒരു വേർഷൻ ഉണ്ടാവുമല്ലോ ഇതിലും, ബാലു എന്ന ആത്മാർത്ഥ സുഹൃത്ത്, ശ്രീകുടൻ എന്ന സുഹൃത്ത്, അപ്പൊ രണ്ട് സുഹൃത്തുക്കളാണ് ഇങ്ങനെ നിൽക്കുന്നത് കേസിൽ പെട്ടിട്ട്, അല്ലെങ്കിൽ എന്താണെന്നറിയാം. അതിപ്പോ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിച്ച് ഇതാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അത്രയും ഒഴിവാക്കുന്നതായിരിക്കില്ല നല്ലത്. താങ്കളോട് ചോദിക്കാനുള്ളതാണ്. നമ്മൾ അത്തരം വിഷയം പോലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, എങ്കിലും നമ്മൾ അതൊക്കെ ചോദിച്ചതിന് അതാണ് ഞാൻ ചേട്ടനോട് പെർമിഷൻ എടുത്തിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അതേ നമ്മൾ ആൾക്കാരോട് ആരുടെ വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായി. നമുക്കതൊക്കെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ തെറ്റി അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ട. അതിന് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ള മറ്റൊരു സത്യം അവർക്കറിയാം. ഇപ്പൊ റൂമിൽ പുള്ളിക്കാരൻ ആ ഒരു നേരിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം അത് പറയാൻ പറ്റത്തില്ല, അതാ വിഷയം. ഇതിനകത്ത് ആര് ശരി ആര് തെറ്റെന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെയാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് നേരിട്ട് ഇതിനകത്ത് ഇന്ന ബാലു തെറ്റ് ചെയ്തിട്ടില്ലെന്നോ, അല്ലെങ്കിൽ അവർ കൊടുത്ത കംപ്ലൈൻറ്റ് വ്യാജമാണെന്നോ, അല്ലെങ്കിൽ അവരാണ് ശരി ഇദ്ദേഹം തെറ്റാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനത്തിനെ വളരെയധികം ബുദ്ധിപൂർവ്വമായിട്ടാണ് ആ പുള്ളി ടച്ച് ചെയ്ത് പോയത്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇതിനകത്ത് അധികം വൈകാതെ തന്നെ ഇതിനകത്ത് തെറ്റ് ചെയ്തവർ അഥവാ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ആരാണ് എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അല്ലാതെ നമുക്കിപ്പം പ്രീ ജഡ്ജ്മെൻറ്റ് ഇപ്പം ഇവരാണ് തെറ്റ്, ഇദ്ദേഹമാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അതാണ് പുള്ളിയും അത് അവിടെ നൈസായിട്ട് ഞാൻ ആരെയും വിഷമിപ്പിക്കാതെയൊക്കെ പോകുന്നതാണ്, അത് കട്ട് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. പുള്ളിക്ക് അതിൽ കൂടി സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് സംസാരിച്ച് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ ബിജു സോപാനത്തിൻ്റെ ലാസ്റ്റ് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിനകത്തുള്ള ചെറിയ കുറച്ച് പോർഷനും കൂടെ നോക്കാം. അഭിനയിക്കാം, അത്രേ പറയുന്നു. അത്രയല്ലേ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാനാണ് തെറ്റുകാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഒരിക്കലും അവരുടെ തീരുമാനം നല്ലതാണ്. ഈ അത്ര കേസിന്റെ കാര്യം വെച്ചാൽ കേസുകൾ നീണ്ടുപോകും. അങ്ങനെയാണ് കേസുകളെല്ലാം നമ്മൾ കാണും. അത്രയും നാളുകൾ കേസ് നീണ്ടുപോകും. അത്രയും നാളുകളിലും ആ കേസ് വിധി വരുന്നവരെ താങ്കളുടെ പേരിൽ ഉന്നയിച്ച ആരോപണം അവിടെ നിലനിൽക്കുകയാണ്. ആരോപണം നിൽക്കും, നിയമം അങ്ങനെയാണ് നിലനിൽക്കുകയാണ്. ആ ആരോപണം നിലനിൽക്കുന്ന അത്ര കാലം താങ്കൾക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. അല്ല, അത് ഞാനിപ്പോൾ എനിക്ക് അലിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് കാര്യം പറയാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ വിഷമില്ല. ഓക്കെ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പൊട്ടിക്കരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇനി അതാണോ അല്ലേ എന്നുള്ള കാര്യമൊക്കെ കോടതിയിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരേണ്ടതാണ്. ഒരു സ്ത്രീ കൊണ്ട് വെറുതെ കൊണ്ട് പരാതി കൊടുത്തതാണോ, അതോ അവർക്ക് എന്തെങ്കിലും തരത്തിൽ മാനഹാനിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവർക്കെതിരെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, ഇദ്ദേഹം നമ്മുടെ മുടിയൻ്റെ ആണോ ആരുടെ കല്യാണമാണെന്ന് അറിയത്തില്ല, ആരുടെ ഒരു കല്യാണത്തിന് പോയ സമയത്ത് അവിടെ മുടിയൻ്റെ താ വിശ്വാസം അവിടെ പോയിട്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലേഡിയോട് കാണിച്ചിട്ടുള്ള അമിതമായ സ്വാതന്ത്ര്യം അത് എവിഡൻ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം എനിക്കത് വീഡിയോ പ്ലേ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം അതാ പറഞ്ഞേ, ഇതിനകത്ത് കുറേ അധികം നൂലാമാലകൾ എവിടെ കൂടെയൊക്കെ ഉണ്ട്, പലരുടെയും വെർഷൻസ് ഡിഫറൻ്റ് ആണ്. അതിനകത്ത് ശരികൾ ഏത് തെറ്റ് എന്നുള്ള കാര്യം കോടതി വഴി അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പറയാനുള്ള കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള ഈ പെട്ടെന്നുള്ള ഇത്രയും ഫ്രണ്ട്സ് ചിലപ്പം കാണും, നിയമം ഉദ്ദേശിച്ച് കൊടുക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ആൾക്കാർ പരിചയമില്ല. ഇത് അറിഞ്ഞ് വിളിച്ച് ചോദിച്ച ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ടൊക്കെ വന്നപ്പോൾ കുറേ ലേറ്റായി. വിളിച്ചെന്താ പ്രശ്നം ഇതാണ്, ഞാൻ പറഞ്ഞ ഇതാണ് ഒരു കാര്യം ഇതൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെറ്റിലായി വരുന്നതിന് ഒരുപാട് സമയം എടുത്തു. അപ്പോൾ അതാണ് കോടതിയുടെ അവധി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താമസം. അല്ലാതെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിംബോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ല, അതുമല്ല നിംബോളിക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടില്ല, ആരോപണം മാത്രം. ഇതല്ല, ഇത് നിങ്ങൾക്കെതിരെ കേസെടുത്തു. കേസ് അങ്ങനെ വ്യത്യാസമുണ്ട്. അതെ.
നിമോളിക്കെതിരെ അന്ന് ആരോപണം മാത്രമുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് എങ്ങനെയുള്ളൂ. പിന്നീട് കാര്യമാണ് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്, കാരണം അത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. വഴിയിടത്ത് താമസിക്കുന്നത് പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവർ ഈ ക്ഷമയോടുകൂടി ഞാൻ പറയുന്നത്, കാരണം ഇത് ഇങ്ങനെ പറയുന്ന സംഭവമല്ല. കാരണം പറഞ്ഞാൽ ഗുണത്തിനേറെ എനിക്ക് ദോഷം ചെയ്യും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. എന്തായാലും നമുക്ക് കേസ് വിജയിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷ മാത്രമേ ഇത് ഇതിനകത്ത് ഇപ്പം ഇദ്ദേഹം പല ആൾക്കാരും ഞാൻ ഈ ഒരു വീഡിയോയുടെ കുറച്ചധികം പോർഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത സമയത്ത് പലരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അപ്പിയറൻസ്, അറ്റയർ മൊത്തത്തിൽ അതിനകത്ത് പുള്ളിക്കാരൻ എന്തൊക്കെയോ വറീഡാണ്, എന്തൊക്കെയോ തരത്തിലൊരു കുറ്റം ചെയ്ത ഒരാളെ പോലെയാണ് ഇരിക്കുന്നത്, അയാളുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് പലരും പങ്കുവെച്ചത് എൻ്റെ കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായതുകൊണ്ട് ഇപ്പം ഞാനതിപ്പോൾ ഇരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അയാൾ ഒരു കള്ളത്തരം ചെയ്തൊരാളായിട്ട് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പോലും അത് അവരെ ബാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, അത് ചില കാര്യങ്ങളിലത് നമ്മളിപ്പോൾ ഞാൻ തരുന്നൊരു കാര്യം, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നൊരു ഔട്ട്പുട്ട്, അത് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കുന്നത് ആ വ്യക്തികളിലേക്ക് കൊള്ളുന്നത് കൂരമ്പുകളായിട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടും ചില കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ ഈ ഒരു ചെറിയ ചിരിയോടുകൂടി തന്നെ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടത് ഞെട്ടിക്കുന്നതാണ്. എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കേട്ടത്. ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്കൊരു ചെറിയ ചിരിയോടുകൂടി കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം കോടതിയുടെ മുമ്പിൽ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ആരാണോ അതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾ, അത് ആരാണെങ്കിലും അവർക്ക് നീതി കിട്ടണം. മറ്റേ ആൾ ആരാണെങ്കിലും അവർക്ക് ഉറപ്പായിട്ടും മാതൃകാപരമായ ശിക്ഷയും കിട്ടണം എന്നുള്ളതാണ്. എന്തായിരുന്നാലും ശിവാനി മോളും മുടിയൻ്റെ കാര്യമൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം പറഞ്ഞ് ഒഴുക്കമ്പട്ടിൽ പറഞ്ഞു പോയി. അത് കാത്തിരുന്നതിനെ കാണേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 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 ചിലന്തിയുടെ വല പോലെ ഉള്ളൊരു സങ്കീർണമായ സംഭവമാണ് ഈ ഉപ്പും മുളകിൻ്റെ പുറകെ ഉള്ളത്. അത് ഈ അടുത്ത കാലത്തൊന്നും അത് ക്ലിയർ ആവുമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. പിന്നെ ഉപ്പുമുളകിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു, അവർ വളരെ ഹാപ്പിയാണ്, ഇപ്പോഴും നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ താല്പര്യം എല്ലാവർക്കും ഉണ്ടോ? അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.